നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് enteral nutrition. ഓക്കെ, ഈ enteral nutrition നമുക്കറിയാം, ന്യൂട്രീഷൻ ഇല്ലാതെ നമുക്ക് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എവറി ഇൻഡിവിജ്വൽ ഈ നീഡ് ഫുഡ്. നമ്മൾ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് പഠിക്കുന്നതാണ്. അത് പഠിക്കുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് മനുഷ്യന്റെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ലൈക്ക് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, അല്ലെ നമ്മൾ ഇന്നലെ പഠിച്ചോളൂ, സ്ലീപ്പ്. ഓക്കെ, ഓൾ ദോസ് തിങ്സ് ആർ കമ്മിങ് അണ്ടർ ഫിസിയോളജിക്കൽ നീഡ്. ഫുഡ് എന്ന് പറയുന്നതും ഫിസിയോളജിക്കൽ നീഡ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ നീഡാണ്, അല്ലെ? ഫുഡ് ഇല്ലാതെ അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഇല്ലാതെ വി കനോട്ട് എക്സിസ്റ്റ്, നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നമ്മൾ ആക്ച്വലി ഒരു നഴ്സ് എന്ന നിലയിൽ ഈ ന്യൂട്രീഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പം നോർമലി ഒരാൾക്ക് നോർമൽ രീതിയിൽ ഓറൽ ഇൻടേക്ക് പറ്റുന്നില്ല എങ്കിൽ ഹൗ ക്യാൻ വി പ്രൊട്ടക്ട് ഓർ ഹൗ ക്യാൻ വി പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പേഷ്യന്റ്? പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ നമ്മൾ അതിന് ചൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡാണ് enteral ന്യൂട്രീഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് enteral ന്യൂട്രീഷൻ. അപ്പൊ ആക്ച്വലി ഈ ഒരു പോർഷൻ, ഈ ഒരു ടോപ്പിക്കിൽ വളരെ മിനിമം പോയിന്റ്സേ ഉള്ളൂ. പക്ഷേ പോയിന്റ്സ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം വാട്ട് ഓർ തിങ്സ് ആർ കമ്മിങ് അണ്ടർ enteral ന്യൂട്രീഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, enteral ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓറൽ ഫീഡിങ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിന് നമ്മൾ മറ്റൊരു രീതിയിൽ ഫുഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മെത്തേഡാണ് enteral ന്യൂട്രീഷൻ. ഓക്കെ, നമ്മൾ വേറൊരു പേരോട് പറയും, കുറച്ചുകൂടി ഫെമിലിയർ ആയിട്ട് പറയുവാണെങ്കിൽ ദാറ്റ് ഇസ് ട്യൂബ് ഫീഡിങ്. ഓക്കെ, ഇറ്റ്സ് എ വേ ഓഫ് ഡെലിവറിങ് ന്യൂട്രീഷൻ ഡയറക്ട്ലി ടു ദി സ്റ്റൊമക് ഓർ ഇൻറ്റസ്റ്റൈൻ ഓഫ് എ പേഷ്യന്റ്. That is what is enteral nutrition. സ്റ്റൊമക്കിലേക്കോ ഇൻറ്റസ്റ്റൈനിലേക്കോ ഡയറക്റ്റ് ന്യൂട്രിയൻസ് ഡെലിവർ ചെയ്യുന്ന മെത്തേഡാണ് enteral nutrition. Okay, so nasogastric tube feeding. ഏതൊക്കെ കേസിലാണ് നമ്മൾ യൂഷ്വലി ഓറൽ ഫീഡിങ് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ട് nasogastric ഫീഡിങ് കൊടുക്കുന്നത്? ഏതൊക്കെയാണ്? Which are the indications of nasogastric tube feeding? Unconscious patients. Unconscious patients നമ്മൾ കൊടുക്കും, ശരിയാണ്. പിന്നെ swallowing difficulty ഉള്ളവർക്ക് കൊടുക്കും. പ്ലസ് അപ്പർ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തില് സ്പെഷ്യലി നമ്മുടെ മൗത്ത്, ഓറൽ കാവിറ്റി, നമ്മുടെ ത്രോട്ട്, ഇവിടേക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസോ ട്യൂമേഴ്സോ ഒക്കെ ഉള്ളവർക്കും നമ്മൾ ട്യൂബ് ഫീഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ ട്യൂബ് ഫീഡിംഗ് കൊടുക്കാം. ഒന്നുകിൽ നേസോഗ്യാസ്ട്രിക്, മൂക്കിലൂടെ കടത്തിവിട്ട് ട്യൂബ് സ്റ്റൊമക്കിൽ എത്തുന്ന രീതിയിൽ. രണ്ടാമത്തേത് ഗ്യാസ്ട്രോസ്റ്റമി, ഡയറക്റ്റ് സ്റ്റൊമക്കിലേക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് ഫുഡ് കൊടുക്കുന്ന രീതി. നമുക്ക് രണ്ട് മെത്തേഡ് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ഇനി ഈ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഫീഡിംഗ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ? അതായത് മൂക്കിലൂടെ ട്യൂബ് ഇൻസേർട്ട് ചെയ്യരുതാത്ത സിറ്റുവേഷൻസ് ഉണ്ടോ? Which are the contraindications of nasogastric tube feeding? Contraindications ഉണ്ട്. So mainly നമ്മൾ ഈ NG ട്യൂബ്, അതായത് nasogastric ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സിറ്റുവേഷൻസ് ആണ്. ഒന്ന്, ഡിസ്ഫങ്ഷണൽ ഗ്യാഗ് റിഫ്ലെക്സ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ യൂഷ്വലി ഈ nasogastric ട്യൂബ് ഇടുമ്പോൾ ത്രോട്ടിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ പേഷ്യന്റിനോട് പറയും സ്വാളോ ചെയ്യാൻ പറയും. യൂഷ്വലി നമ്മൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും NG ട്യൂബ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ വൺസ് when the tube is visible in the throat, നമ്മൾ അവരോട് പറയും യു ഹാവ് ടു സ്വാളോ, നിങ്ങൾ വിഴുങ്ങി വിടാൻ പറയും. അങ്ങനെ പറയാറില്ലേ? അങ്ങനെ ഒരു ഗ്യാഗ് റിഫ്ലെക്സ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്വാളോവിങ് ഡിഫിക്കൽറ്റി ഉള്ളവർക്ക്, അല്ലെങ്കിൽ സ്വാളോ റിഫ്ലെക്സ് ഇല്ലാത്തവർക്ക് നമുക്ക് NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. Then people who are at risk of high aspiration, ഒരുപാട് റിസ്ക് ഉള്ള പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യില്ല. Then ഗ്യാസ്ട്രിക് സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്കിൽ എത്തുന്ന ഫുഡ് പാർട്ടിക്കിൾസ് അവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നു.
അവിടെ നിന്ന് സ്മോൾ ഇൻഡസ്റ്റൈനിന്റെ ബിഗിനിങ് പോർഷൻ ആയ ഡിയോഡിനത്തിലേക്ക് ഫുഡ് മൂവ് ചെയ്യുന്നില്ല. ദാറ്റ് ഇസ് ഗ്യാസ്ട്രിക് സ്റ്റാസിസ്. Then gastroesophageal reflex എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും റിഗോർജിറ്റേഷൻ, അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ നിന്ന് ഫുഡ് പാർട്ടിക്കിൾസ് തിരിച്ച് ഈസോഫാഗസിലേക്ക് വരുന്നു. Then nasal injury. സപ്പോസ് നിങ്ങൾക്ക് ഒരു പേഷ്യന്റിനെ കിട്ടി, ആ പേഷ്യന്റ് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കഴിഞ്ഞിട്ട് വന്നതാണ്. സോ പേഷ്യന്റ് അൺകോൺഷ്യസ് ആണ്, നിങ്ങൾ പേഷ്യന്റ് ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്തു, ആദ്യമുള്ള ലൈഫ് സേവിങ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു, അടുത്ത ടേൺ എൻജി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ മൂക്കിലൂടെ ട്യൂബ് അഡ്വാൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഫീൽ ചെയ്തു എൻജി ട്യൂബ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അങ്ങനെയുള്ള ഒരു ടൈമിൽ നിങ്ങൾക്ക് അവിടെ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇൻസേർഷൻ എന്നുള്ള പ്രൊസീജിയർ ചെയ്യാൻ പറ്റുമോ? യൂഷ്വലി നമ്മൾ എൻജി ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വെദർ ഇഫ് ദർ ഇസ് എനി റെസിസ്റ്റൻസ് വി ഹാവ് ടു സ്റ്റോപ്പ് ദ പ്രൊസീജിയർ. ഈസി ആയിട്ട് ട്യൂബ് പോകുന്നില്ല, എന്തെങ്കിലും റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ദി പ്രൊസീജിയർ. ഓക്കെ, that's all about the basic things. Then coming to what is a position used for inserting NG tube? Important ആണ്. NG tube insert ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ ഏതാണ്? So the best position is high flowers. Yes, important ആണ്. Okay, best position is high fowlers. ഇനി high fowlers പൊസിഷനിൽ നിങ്ങളുടെ പേഷ്യന്റിന് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ you have to keep the patient at least in a low fowlers position. അല്ലെങ്കിൽ ഒരു സെമി ഫൗളേഴ്സിലെങ്കിലും മിനിമം നിങ്ങൾ പേഷ്യന്റിനെ ഇരുത്തിയിട്ട് ട്യൂബ് ഇൻസേർട്ട് ചെയ്യാമോളൂ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The nurse is preparing to insert a nasogastric tube into a client. The nurse places the client in which position for insertion? Right-sided, low fowlers, high fowlers, supine with head flat. What is the correct answer? High fowlers. High fowlers. Suppose here same question options right side, left side, low fowlers, supine. എന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യായിരുന്നു? Low fowlers. Low fowlers, because നമ്മൾ പറഞ്ഞു at least you have to give a low fowlers position. ശരിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എത്ര സെന്റിമീറ്റർ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന റൈൽസ് ട്യൂബിന്റെ എത്ര ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതിന് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ ആക്ച്വലി നഴ്സിംഗ് പഠിക്കുന്ന കാലം തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഫൗണ്ടേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം. സോ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ട്യൂബ് ടു ബി ഇൻസേർട്ടഡ്? How can we calculate the length of nasogastric tube to be inserted into a patient's nose? Tip of the nose. Yeah. Earlobe. Yeah. Then Before the sternum. Earlobe is about from the tip of the nose to the earlobe, plus from the earlobe to the end of the sternum, അല്ലെങ്കിൽ xiphoid process of the sternum. This much is the length of NG tube to be inserted in a particular patient. ഒരു പേഷ്യന്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ tip of the nose to earlobe plus earlobe to end portion of the sternum, അല്ലെങ്കിൽ xiphoid process of the sternum. That much length of the tube we shall introduce into the patient's nose. അത്രയും നീളം നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി മാത്രമേ ചോദിക്കാറുള്ളൂ. How to calculate the length of tube to be inserted? You will get a lot of options. ഏതാണ് correct option? Nose to earlobe plus earlobe to sternum. ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റൊമക് ബിയോണ്ട് ദി സ്റ്റൊമക്, അല്ലെങ്കിൽ സ്റ്റൊമക്കിന് താഴേക്ക് പോകണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ മുൻപ് കാൽക്കുലേറ്റ് ചെയ്ത ടിപ്പ് ഓഫ് ദി നോസ് ടു ഇയർലോബ് പ്ലസ് ഇയർലോബ് ടു xiphoid process of the sternum, ആ ലെങ്തിനോട് we have to add an additional 15 to 20 centimeters. Important.
ഈ ട്യൂബ് സ്റ്റൊമക്കിൽ നിന്ന് താഴേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡിയോഡിനത്തിലേക്കോ ജെജുനത്തിലേക്കോ പോകേണ്ടതാണ് എങ്കിൽ you have to add an additional 15 to 20 centimeters to the previously calculated length. മുൻപ് കണ്ടുപിടിച്ച ലെങ്തിലേക്ക് ഒരു 15 centimeter അല്ലെങ്കിൽ 20 centimeter കൂടെ you have to add. Okay, then നമ്മുടെ ബോഡി ക്യാവിറ്റീസ് ഏതാണെങ്കിലും അതിപ്പം റെക്റ്റം ആയിക്കോട്ടെ, നോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓറൽ ആയിട്ടുള്ള എന്തെങ്കിലും എൻഡോസ്കോപ്പീസ് ആയിക്കോട്ടെ, വാട്ട് എവർ, നമ്മളൊരു സ്കോപ്പ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് അതല്ലെങ്കിൽ ഒരു എന്താണ് ഒരു എക്യുപ്മെന്റ് ഇൻസേർട്ട് ചെയ്യുമ്പം യൂഷ്വലി വാട്ട് വി വിൽ ഡു, വി വിൽ ലൂബ്രിക്കേറ്റ് ദാറ്റ്. ചെയ്യത്തില്ലേ? സോ ഇവിടെ ഓൾസോ ഹിയർ ഓൾസോ യു ഹാവ് ടു ലൂബ്രിക്കേറ്റ് this particular nasogastric tube. So how much you should lubricate? A minimum of 4 inches you have to lubricate before introducing into the patient. 4 inch tip lubricate ചെയ്തിട്ട് മാത്രമേ nasogastric tube insert ചെയ്യാൻ പാടുള്ളൂ. Okay, then how you have to insert the tube? ആദ്യം നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചു, ദെൻ ട്യൂബ് ലൂബ്രിക്കേറ്റ് ചെയ്തു, പേഷ്യന്റിനെ ഹൈ ഫൗളേഴ്സ് പൊസിഷനിൽ ഇരുത്തി. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇത് പറയാമോ പ്രൊസീജിയർ എങ്ങനെയാണെന്ന്? ഈ പ്രൊസീജിയർ നിങ്ങളോട് എക്സാമിന് ചോദിക്കില്ല, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു നോ എങ്ങനെയാണ് നമ്മൾ NG ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ ജെന്റ്ലി വി വിൽ അഡ്വാൻസ് ദ ട്യൂബ് ഇൻ ടു ദ നോസ്ട്രൽസ്. ദെൻ once this tube is visible at the throat, you have to നമ്മൾ ആ ത്രോട്ടിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യും ട്യൂബ് അവിടെ എത്തിയോ എന്നുള്ളത്. ഓക്കെ, എത്തിക്കഴിഞ്ഞാൽ we will instruct the patient to swallow. നമ്മൾ മേ ബി ചെറിയ വാട്ടർ ഡ്രോപ്സോ ഐസ് ചിപ്സ് ഒക്കെ പേഷ്യന്റിന് മൗത്തിൽ വെച്ച് കൊടുക്കും, so that the patient can swallow it easily. That is a method of inserting NG tube. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഓക്കെ, സപ്പോസ് നിങ്ങള് ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്യാൻ തുടങ്ങി, എപ്പോഴാണ് ഈ പ്രൊസീജിയർ നിങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടത്? അനദർ പോയിന്റ്. സോ ഇഫ് എനി ടൈം പേഷ്യന്റിന്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു, ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പോ സംസാരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, അതല്ലെങ്കിൽ മൂക്കിലൂടെ ബ്ലീഡിങ് നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്തപ്പോ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു, ഈ 4 സിറ്റുവേഷനിലും യു ഹാവ് ടു സ്റ്റോപ്പ് ദ പ്രൊസീജിയർ ഇമ്മീഡിയറ്റ്ലി ആൻഡ് യു ഹാവ് ടു വിഡ്രോ ദ ട്യൂബ്. ഓക്കെ, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ടു ടോക്ക്, nasal hemorrhage, significant resistance while inserting the tube. In all conditions, you have to stop advancing the tube and withdraw it completely. Clear ayo? So these are the indications to stop the procedure. Clear? Okay, then how to verify proper placement of nasogastric tube? Prometric examinations നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒരു കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിനാരിയോയുടെ 360 ഡിഗ്രി ഡയമെൻഷനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ശരിയല്ലേ? അതായത് ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതിൽ എന്താണ് തെറ്റ്, എന്താണ് ശരി, എന്താണ് ഇൻഡിക്കേഷൻ, എന്താണ് കോൺട്രാ ഇൻഡിക്കേഷൻ, ഇതെല്ലാം അതിന്റെ 360 ഡിഗ്രി സെൽഷ്യസിലുള്ള എല്ലാ 360 ഡിഗ്രിയിലുള്ള എല്ലാ കോൺട്രാ ഇൻഡിക്കേഷൻസും ഇൻഡിക്കേഷൻസും അറിഞ്ഞിരുന്നാലേ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? സോ എത്ര മെത്തേഡ്സ് ഉണ്ട്, NG ട്യൂബ് പ്രോപ്പർ ആയിട്ടാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയാൻ എത്ര മെത്തേഡ്സ് അവൈലബിൾ ആണ് പറയാമോ? എയർ പുഷ് ചെയ്ത് ആസ്കൾട്ടേറ്റ് കേൾക്കാം. എയർ പുഷ് ചെയ്തിട്ട് യു കൻ ആസ്കൾട്ടേറ്റ് ബൈ യൂസിങ് എ സ്റ്റെതസ്കോപ്പ്. പിന്നെ എക്സ്റേ എടുത്ത് നോക്കാം. ആസ്പിറേറ്റ് ചെയ്യുമ്പം ഗ്യാസ്ട്രിക് ലെവൽ എന്നുള്ളത് കൺഫേം ചെയ്യാം. ആസ്പിറേറ്റ് ചെയ്യുന്ന ഗ്യാസ്ട്രിക് കണ്ടന്റിന്റെ pH നോക്കാം. യൂഷ്വലി ഗ്യാസ്ട്രിക് കോണ്ടന്റ് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ? അസിഡിക്. വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ഗ്യാസ്ട്രിക് എന്താണ് ഗ്യാസ്ട്രിക് സെക്രീഷൻ? ഗ്യാസ്ട്രിക് കണ്ടന്റിലെ മെയിൻ ആയിട്ടുള്ള കോമ്പണന്റ് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്.
pH കൂടുമ്പോഴാണോ pH കുറയുമ്പോഴാണോ നമ്മൾ acidic എന്ന് പറയുന്നത്? കുറയുമ്പോൾ. So these are the main things you should remember in order to verify the proper placement of NG tube. Auscultation, aspiration, chest X-ray. 3 methods നമുക്ക് യൂസ് ചെയ്യാം. So here is a question. Usually ഇത് പലതവണ ചോദിച്ചിട്ടുള്ള question ആണ്. The nurse is placing a nasogastric tube in a patient for enteral nutrition. Which of the following action must the nurse consider prior to give feeding to verify placement? Question ചോദിച്ചിരിക്കുന്നത് ഒരു പേഷ്യന്റിന് NG ട്യൂബ് ഇടാനുള്ള ഡോക്ടേഴ്സ് ഓർഡർ ഉണ്ടായിരുന്നു. സോ ട്യൂബ് ഇട്ടിട്ട് ഫീഡിങ് കൊടുക്കുന്നതിന് മുൻപ് what do you have to do, or how you have to verify the placement? Palpate the abdomen, aspirating and testing the contents, placing the tube in saline water to see if bubbles appears, injecting air into the tube and waiting for the patient to birth. What is the correct method to verify placement? Aspirating and testing the Very good. Aspirating and testing contents. What will be the pH? Acidic pH. pH will be low. ശരിയല്ലേ? Okay. So next is tube feeding. നമ്മൾ എല്ലാവരും ട്യൂബ് ഫീഡിങ് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? പേഷ്യന്റിനെ ഒരു സെമി ഫൗളേഴ്സ് അല്ലെങ്കിൽ ഹൈ ഫൗളേഴ്സ് പൊസിഷനിൽ കിടത്തും. ദെൻ നമ്മൾ ട്യൂബിന്റെ പ്ലേസ്മെന്റ് ചെക്ക് ചെയ്യും. യൂഷ്വലി നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഈ വിൽ ആസ്പിറേറ്റ് ദ സ്റ്റൊമക് കണ്ടൻസ് അല്ലേ? ആൻഡ് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുമ്പോൾ ഒട്ടും ദഹിക്കാത്ത രീതിയിലുള്ള റെസിജ്വൽ ആണ് വരുന്നത് എങ്കിൽ അപ്പോ നമ്മൾ ഫീഡിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വി ഹാവ് ടു വെയിറ്റ്. പ്ലസ് അങ്ങനെ ആസ്പിറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ കോണ്ടന്റ്സ് വി ഹാവ് ടു പുഷ് ബാക്ക്. ആസ്പിറേറ്റ് ചെയ്ത് എടുത്ത ആ കണ്ടന്റ് നമ്മൾ പുഷ് ബാക്ക് ചെയ്യുകയും കൂടി ചെയ്യണം. ശരിയല്ലേ? Then we have to repeat aspiration after certain hours. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടി ആസ്പിറേറ്റ് ചെയ്യുക. ഗ്യാസ്ട്രിക് റെസിജ്വൽ ക്ലിയർ ആയിട്ട് വരുന്നോടം വരെ we have to wait. Then only we are advised to give the feeding again. Then നമ്മൾ ഹെയർ ബബിൾസ് ഉള്ളിലേക്ക് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. We have to clamp the tube immediately after giving the food and flush the tube with water. Plain water ഉപയോഗിച്ച് നമ്മൾ ട്യൂബ് ഫ്ലഷ് ചെയ്ത് ക്ലിയർ ആക്കി ഇട്ടിട്ടേ ഫീഡിങ് കഴിഞ്ഞു പോകുള്ളൂ. ശരിയല്ലേ? ദാറ്റ് ഈസ് എ പ്രൊസീജിയർ. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ദെൻ ഫീഡിങ് ബാക്ക്. പ്ലേസ്മെന്റ് ഓഫ് ഫീഡിങ് ബാക്ക്. ദാറ്റ് ഈസ് അനദർ തിങ്. ഓക്കെ. നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം നമുക്ക് കുറെ ഒരു ഇത്ര പീരിയഡ് ഓഫ് ടൈമിലേക്ക് കണ്ടിന്യൂസ്ലി സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ് കൊടുക്കാൻ ഒരു ഡോക്ടേഴ്സ് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മളൊരു ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഫീഡിങ് കൊടുക്കുന്നത്. മെയിൻ ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെയാണ് ബാഗ് ഫീഡിങ് യൂഷ്വലി കൂടുതലും കൊടുക്കുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ ഈ ബാഗിൽ നിന്ന് നമുക്കൊരു നമ്മുടെ സാധാ IV ഫ്ലൂയിഡിന്റെ ഡ്രോപ്പ് ചേംബർ, ഡ്രിപ്പിംഗ് ചേംബർ പോലെ ഒരു ചേംബർ കാണും, ഒരു ഔട്ട്ഫ്ലോ റെഗുലേറ്റർ കാണും. സോ ഇതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ ഒരു ഫ്ലോ റേറ്റ് സെറ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? സോ ഇങ്ങനെയുള്ള കേസിൽ ഈ ഫുഡ് ക്യാരിയർ അല്ലെങ്കിൽ ഫുഡ് ബാഗ് എത്ര ലെങ്ത്തിൽ നമ്മൾ കീപ്പ് ചെയ്യണം? യൂഷ്വലി നമ്മൾ പറയുന്നത് പേഷ്യന്റിന്റെ ഹെഡ് എൻഡിൽ നിന്ന് 12 ഇഞ്ച് മുകളിലായിട്ട് വേണം നമ്മൾ എന്ത് കീപ്പ് ചെയ്യാൻ? ഈ ബാഗ് കീപ്പ് ചെയ്യാൻ. ഓക്കെ. പേഷ്യന്റിന്റെ ഹെഡ് എൻഡിൽ നിന്ന് 12 ഇഞ്ച് പൊക്കത്തിൽ എങ്കിൽ മാത്രമേ ഗ്രാവിറ്റിയുടെ സഹായത്തോടെ ഈസി ആയിട്ട് ഫുഡ് ബാഗിൽ നിന്ന് കണ്ടൻസ് ട്യൂബ് വഴി ഉള്ളിലേക്ക് പോകുള്ളൂ. That is an important point to remember. Clear ആയോ? Okay. Then what do you mean by gastrointestinal motility? അല്ലെങ്കിൽ what do you mean by peristalsis? എന്താ പെരിസ്റ്റാൾസിസ്? നമ്മൾ ആക്ച്വലി ബവൽ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. അന്നേരം നമ്മൾ ഇത് പഠിച്ചായിരുന്നു. വാട്ട് ഈസ് പെരിസ്റ്റാൾസിസ്? വേവ് ലൈക്ക് contraction of intestinal organs in order to propel food contents. ശരിയല്ലേ? ഫുഡ് പാർട്ടിക്കിൾസിനെ
പ്രൊപ്പല് ചെയ്യിക്കാൻ പാകത്തിൽ ഒരു വേവ് ലൈക്ക് കൺട്രാക്ഷൻ, that is peristalsis. Okay, that is peristalsis, wave like contraction of intestinal organ, intestine, in order to propel the contents of gastrointestinal system. ഈ പെരിസ്റ്റാൾസിസ് എപ്പോഴെങ്കിലും ആബ്സെന്റ് ആയിരിക്കോ? പെരിസ്റ്റാൾസിസ് നിന്ന് പോകുന്ന സമയമുണ്ടോ? ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പോസ്റ്റ് ഓപ്പറേറ്റീവ് മെയിൻലി എന്തെങ്കിലും അബ്ഡോമിനൽ സർജറീസോ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ സർജറീസോ ചെയ്യുന്നവർക്ക് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇന്റേണൽ ഓർഗൻസിലൊക്കെ സർജൻ ടച്ച് ചെയ്യും, ചിലപ്പോൾ അത് പൊക്കി പിടിക്കേണ്ടി വരും, ക്ലാമ്പ് ചെയ്യേണ്ടി വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നമ്മൾ ഈ ബൗല് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർജറി കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വരേക്കും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ മൂവ്മെന്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് നിന്ന് പോകും. ദിസ് ഈസ് കോൾഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇലിയസ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം നിങ്ങളുടെ നോട്ട്ബുക്കിൽ, prolonged absence of bowel function. അണ്ടർലൈൻ ചെയ്യുക, prolonged absence of bowel function. താഴെ എഴുതുക, is very common after abdominal surgery, due to bowel manipulation, which can even last weeks. ആഴ്ചകളോളം നീണ്ടു നിൽക്കാവുന്ന പോസ്റ്റ് പാരലൈറ്റിക് ഇലിയസ് is common after abdominal surgery. ഓക്കെ, ഇനി നിങ്ങൾ ഒരു അബ്ഡോമിനൽ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യന്റിനെ കെയർ ചെയ്യുവാണ്. സോ നിങ്ങൾ എങ്ങനെ അറിയും ഈ പേഷ്യന്റിന് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇലിയസ് ഉണ്ടോ ഇല്ലയോ എന്ന്? എങ്ങനെ അറിയും? How can you identify that your patient is having post-operative ileus? First of all, patient stool pass ചെയ്യത്തില്ല, പേഷ്യന്റിന് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഈവൻ ഫ്ലേറ്റസ് പോലും ഒരു ഗേഷ്യസ് ഫീലിംഗ് പോലും, ഗ്യാസ് പോലും പോകുന്നില്ല, ആബ്സെൻസ് ഓഫ് ഫ്ലേറ്റസ്. ദെൻ നിങ്ങൾ ബൗൽ സൗണ്ട്സ് ചെക്ക് ചെയ്യുമ്പോൾ എയ്തർ ആബ്സെന്റ് or sluggish bowel sounds. Sluggish എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് unclear എന്നാണ്. Okay, so inability to pass flatus, nausea, vomiting, abdominal distension, absent of sluggish bowel movement. ഇത്രയും സിംറ്റംസ് ഒരു പോസ്റ്റ് അബ്ഡോമിനൽ സർജറി കഴിഞ്ഞ പേഷ്യന്റിന് നിങ്ങൾ കാണുവാണെങ്കിൽ you can conclude that your patient is having post-operative ileus. Post-operative ileus. Clear ayo? Okay. So what is the treatment of post-operative ileus? നിങ്ങളുടെ പേഷ്യന്റിന് അബ്ഡോമിനൽ പാരലൈറ്റിക് ആക്ഷൻ ആബ്സെന്റ് ആണ്, നിങ്ങൾ കണ്ടുപിടിച്ചു. സോ നിങ്ങൾ എന്ത് ചെയ്യണം? We have to give IV fluid, electrolyte replacement, early ambulation, nasogastric tube placement. Mainly നമ്മൾ ഇവിടെ ഈ ഒരു കേസിൽ എന്തിനാണെന്നറിയോ NG ട്യൂബ് ഇടുന്നത്? ഇത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടല്ല. പാരലൈറ്റിക് ഇലിയസ് ഉള്ള പേഷ്യന്റിന് നമ്മൾ മെയിൻലി ഈ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഇടുന്നത് ഡീകംപ്രഷന് വേണ്ടിയിട്ടാണ്. നേസോഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ, വയറിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലേറ്റസ് പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ NG ട്യൂബ് ഇടുന്നത്. This is not for feeding, this is for decompression. Clear ആയോ? So once you identify നിങ്ങളുടെ പേഷ്യന്റിന് പാരലൈറ്റിക് ഇലിയസ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ IV ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യുക, ഇലക്ട്രോലൈറ്റ്സ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് റീപ്ലേസ്മെന്റ് കൊടുക്കുക, early ambulation, NG tube placement. All these are the treatment of post-operative ileus. See, nasogastric decompression അല്ലെങ്കിൽ suction ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ മൂക്കിലിട്ടിരിക്കുന്ന നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഒരു സക്ഷൻ ഡിവൈസിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഇന്റർമിറ്റന്റ് ആയിട്ടോ
കണ്ടിന്യൂസ് ആയിട്ടോ സക്ഷൻ ചെയ്ത് കോണ്ടൻസ് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് നേസോഗ്യാസ്ട്രിക് സക്ഷനിങ് അല്ലെങ്കിൽ നേസോഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ. ഓക്കെ, എപ്പോഴാണോ നമ്മുടെ സ്റ്റൊമക്കിൽ ധാരാളം ഫ്ലേറ്റ്സ് അല്ലെങ്കിൽ ഗ്യാസും അതുപോലെ എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസും കെട്ടിക്കിടക്കുന്നത്, thus you have to suction or you have to decompress the stomach using NG tube. Clear ayo? That is nasogastric decompression. Okay, so one important point to remember, നമ്മള് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ ഈ അസിഡോസിസ് ആൽക്കലോസിസ് എന്നുള്ള കോൺസെപ്റ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ പഠിക്കും. സോ അസിഡോസിസ് അല്ലെങ്കിൽ ആൽക്കലോസിസ് നമ്മുടെ ബോഡി ഫ്ലൂയിഡിലെ ഹൈഡ്രജൻ അയണിന്റെയും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ബൈകാർബണേറ്റിന്റെയും ലെവല് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് നമുക്ക് അസിഡോസിസോ ആൽക്കലോസിസോ ഉണ്ടാകും. സോ ഇവിടെ ഈ സക്ഷനിങ്ങിന്റെ കേസിൽ അല്ലെങ്കിൽ നേസോഗ്യാസ്ട്രിക് ഡീകംപ്രഷന്റെ കേസിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ആണ്. നമുക്കറിയാം ഗ്യാസ്ട്രിക് കോണ്ടൻസിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. ദാറ്റ് ഈസ് ആൻ ആസിഡ്, റൈറ്റ്? നമ്മൾ NG സക്ഷൻ ചെയ്ത് അല്ലെങ്കിൽ നേസോഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ ചെയ്ത് ഈ ഗ്യാസ്ട്രിക് കണ്ടന്റ് കളയുമ്പോൾ we are losing acid. Our body is losing a lot of acid. It can lead to metabolic alkalosis. സ്റ്റൊമക്കിൽ കിടക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡിനെ നേസോഗ്യാസ്ട്രിക് ഡീകംപ്രഷൻ മൂലമോ സക്ഷൻ മൂലമോ നമ്മൾ റിമൂവ് ചെയ്ത് കളയുമ്പോൾ there is a risk for metabolic alkalosis. നിങ്ങളുടെ ബോഡിയിൽ ബൈകാർബണേറ്റ് കൂടുകയും H+ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയൺ കുറയുകയും ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. and you are prone to get metabolic alkalosis. Clear ayo? That's it. Metabolic alkalosis is the acid-base imbalance in nasogastric suction or nasogastric decompression. Has abdominal pain and abdominal distension and unable to pass stool. When performing rectal examination, there is no stool and the rectum is clean. After that, the nurse inserted an NG tube. So what is the purpose of NG tube for this patient? നിങ്ങളുടെ പേഷ്യന്റിന് അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, അബ്ഡോമൻ ഡിസ്റ്റൻറ്റഡ് ആണ്, പക്ഷെ സ്റ്റൂൾ ഒന്നും ഇല്ല. നിങ്ങൾ ബൈമാനുവൽ എക്സാമിനേഷൻ ചെയ്തപ്പോൾ there is no stool, rectum is clean. So നിങ്ങൾ ഇവിടെ NG ട്യൂബ് ഇട്ടു. ഇവിടെ NG ട്യൂബ് ഇടാനുള്ള പ്രധാന ഇൻഡിക്കേഷൻ എന്തായിരിക്കും? ഡീകംപ്രഷൻ. സോ എങ്ങനെ നിങ്ങൾ ആ ഡീകംപ്രഷൻ എന്നുള്ള ആൻസറിലേക്ക് എത്തി? That is my question. സ്റ്റൂൾ ഒന്നുമില്ല, പിന്നെ ഗ്യാസ് സ്റ്റൂൾ ഒന്നുമില്ല, പ്ലസ് one important point is there which shows paralytic ileus. What is that? unable to pass abdominal distension under. Yeah. Abdominal distension and unable to pass. Both these points indicates the patient is having paralytic ileus. ശരിയല്ലേ? ഇവിടെ നിങ്ങൾ ട്യൂബ് കൊടുക്കുന്നത് നേസോഗ്യാസ്ട്രിക് ഡീകംപ്രഷന് വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Nurse is caring for a client with a nasogastric tube that is attached to low section. The nurse monitors the client, knowing that the client is at risk for which acid-base disorder? Metabolic alkalosis, metabolic acidosis, respiratory acidosis, respiratory alkalosis. Nasogastric suctioning ചെയ്യുന്ന പേഷ്യന്റിന് എന്താണ് റിസ്ക്? metabolic alkalosis. Metabolic alkalosis. Okay. അത്രയും ക്ലിയർ ആയോ? Okay. Then how to remove an NG tube? ഒരു നേസോഗ്യാസ്ട്രിക് ട്യൂബ് എങ്ങനെ റിമൂവ് ചെയ്യണം? നമ്മള് ഡോക്ടർ ഓർഡർ ഇട്ടു, യുവർ പേഷ്യന്റ് ഇസ് നോ ലോങ്ങർ നീഡ് എ സപ്പോർട്ട് ഓഫ് NG ട്യൂബ്. ഒരു NG ട്യൂബിന്റെ സപ്പോർട്ട് ആവശ്യമില്ല.
എന്ന് ഓർഡർ ഇട്ടു. സോ യു ആർ ഗോയിങ് ടു റിമൂവ് ദ ട്യൂബ്. നിങ്ങൾ ഓടിപ്പോയി ട്യൂബ് ഇങ്ങോട്ട് വലിച്ചൂരി എടുക്കുമോ? അതോ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താ ചെക്ക് ചെയ്യേണ്ടത്? ദാറ്റ്സ് ഓൾ ഓക്കെ. അത് നമ്മൾ ചെയ്യും. പിന്നെ പേഷ്യന്റ് ഓറലി വല്ലതും കഴിക്കുമോന്ന് നോക്കണ്ടേ? എന്നിട്ട് വേണ്ട ട്യൂബ്. നമ്മൾ ട്യൂബ് ക്ലാമ്പ് ചെയ്യും. ക്ലാമ്പ് ചെയ്തിട്ടിട്ട് ഓറലി ഫുഡ് കൊടുത്തു നോക്കും. ഫുഡ് പേഷ്യന്റ് ഇറക്കി വിടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ റിമൂവ് ദ ട്യൂബ്. ശരിയല്ലേ? ഇഫ് ദ പേഷ്യന്റ് ഇസ് ടോളറേറ്റിംഗ് യു ക്യാൻ റിമൂവ് NG ട്യൂബ്. അല്ലേ? ദെൻ യൂഷ്വലി നമ്മൾ NG ട്യൂബ് ഊരാൻ നേരത്ത് പേഷ്യന്റിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ആൻഡ് ഹോൾഡ് ഇറ്റ്. ഒരു ഡീപ് ബ്രീത്ത് എടുത്തിട്ട് ഹോൾഡ് ചെയ്യുക. ആ ഹോൾഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മൂക്കിനോട് ഈ നേസൽ ഓപ്പണിങ്ങിനോട് ചേർത്ത് ട്യൂബിൽ പിടിച്ചിട്ട് സ്റ്റഡി മോഷനിൽ വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് റിമൂവിങ് NG ട്യൂബ്. ഓക്കെ, പേഷ്യന്റിനോട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കാൻ പറയും, ഹോൾഡ് ചെയ്യാൻ പറയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റഡി ആയിട്ട് ഈ ട്യൂബിന് പുറത്തേക്ക് വലിച്ചെടുക്കും. ദാറ്റ് ഈസ് ഹൗ വി റിമൂവ് an NG ട്യൂബ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. The nurse prepares the client for the removal of nasogastric tube. During the tube removal, nurse instruct the client to take which action? Tube remove ചെയ്യുമ്പോൾ nurse പേഷ്യന്റിനോട് എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് പറയേണ്ടത്? Inhale deeply, exhale slowly, hold in a deep breath, pause between breath. Hold in a deep breath. Hold in a deep breath. ശരിയല്ലേ? ബ്രീത്ത് ഹോൾഡ് ചെയ്യാൻ പറയും. ഓക്കെ, then what is a nasointestinal tube? നമ്മൾ മുൻപ് പറഞ്ഞില്ലേ, നമ്മൾ യൂഷ്വലി സാധാ ട്യൂബ് അല്ല മറിച്ച് ഇൻഡസ്റ്റൈൻ വരെ എത്തേണ്ട ട്യൂബ് ആണെങ്കിൽ നമ്മൾ എടുത്ത മെഷർമെന്റിനോട് 15 to 20 സെന്റിമീറ്റേഴ്സ് ആഡ് ചെയ്യണം. ഈ ട്യൂബ് നമുക്ക് അപ് ടു ഈ ജെജുനം വരെ ഇൻസേർട്ട് ചെയ്യാം. അപ് ടു ജെജുനം വരെ ഇൻസേർട്ട് ചെയ്യാം. Nasointestinal tube. Okay, then what is gastrostomy? Gastrostomy tube. Inserting a tube directly into the stomach. That is gastrostomy. നമ്മൾ ഓൾറെഡി ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ഈ അപ്പർ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ റീജിയണിൽ ത്രോട്ടിലോ നോസിലോ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഈസോഫാഗസിൽ എന്തെങ്കിലും ക്യാൻസറോ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഡയറക്റ്റ് അബ്ഡോമിനൽ ക്യാവിറ്റിയിലൂടെ സ്റ്റൊമക്കിലേക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. That is what is gastrostomy. അല്ലേ? That is what is gastrostomy. അപ്പൊ gastrostomy ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതിന് we can keep the tube in place for even months to years. Okay, വർഷങ്ങളോളം വരെ നമുക്ക് ഈ ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് അവിടെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ മെയിൻ ആയിട്ടും ഒരു ഗ്യാസ്ട്രോസ്റ്റമി ട്യൂബ് ഉള്ള പേഷ്യന്റിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ട്യൂബ് കിടക്കുന്ന പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടണം. അതർവൈസ് ഇറ്റ് വിൽ ക്രിയേറ്റ് pressure on your skin and there is a risk of excoriation അല്ലെങ്കിൽ സ്കിൻ ഡാമേജ്. ഇപ്പൊ താഴേക്ക് കിടക്കുവാണെങ്കിൽ ഒരു 2 hours കഴിയുമ്പോൾ കുറച്ച് മുകളിലേക്ക് പൊക്കി വെക്കണം, കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക്, കുറച്ച് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക്. So we have to rotate the tube in order to relieve the pressure on skin. We have to daily rotate this tube in order to relieve the pressure on the skin. Then what do you mean by jejunostomy? Directly into the jejunum. Okay, നിങ്ങളുടെ ജനറൽ നോളജിലേക്കാണ്. Directly into the jejunum. Okay, so one point. So what is the frequency of feeding into the intestine? So the answer is feeding to the intestine should be continuous in order to avoid dumping syndrome or triggering of dumping syndrome. Continuous ആയിട്ട് വേണം, small amounts continuous ആയിട്ട് വേണം intestinal feeding കേസിൽ കൊടുക്കാൻ. ഇനി dumping syndrome, what is called dumping syndrome? പറയാമോ?
What is dumping syndrome? ക്വാണ്ടിറ്റി ആയിട്ട് കൊടുക്കുന്നു. സ്റ്റൊമക്കിൽ അത് നിൽക്കാതെ ഉടനെ തന്നെ ഡിയോഡിനത്തിലേക്ക് ഫുഡ് പോകുന്നതാണ് ഡംപിങ് സിൻഡ്രോം. എങ്ങനെയുള്ള ഫുഡാന്ന് ചോദിച്ചാൽ ഫുഡ് വിച്ച് ഈസ് വെരി റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്, വെരി റിച്ച് ഇൻ ഫ്ലൂയിഡ്. ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എഴുതാമോ? Write down a heading, dumping syndrome. Dumping syndrome. First point, rapid gastric emptying. Rapid gastric emptying. Then another point, foods causing dumping syndrome. Food causing dumping syndrome. Hyphen it എഴുതുക. Food which is rich in carbohydrate, food which is rich in carbohydrate and high in fluids. High in fluids. തൊട്ട് താഴെ എഴുതിക്കേ. How to prevent dumping syndrome? How to prevent dumping syndrome? How to prevent dumping syndrome? താഴെ എഴുതിക്കേ. No fluid with meal. No fluid with meal. ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല. No fluid with meal. Limited salt. Limited salt. No high carbs. No high carb. Then symptoms of dumping syndrome. താഴെ എഴുതിക്കോളൂ. Epigastric fullness, tachycardia, abdominal pain. Epigastric fullness, tachycardia, abdominal pain. So mainly നമ്മൾ ഡംപിങ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റൊമക്കിൽ കെട്ടി നിൽക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ഒരുപാട് ഫ്ലൂയിഡ് അടങ്ങിയതോ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയതോ ആയിട്ടുള്ള ഫുഡാണ് മെയിൻലി ഡംപിങ് സിൻഡ്രോത്തിന് കാരണമാകുന്നത്. പേഷ്യന്റിന്റെ അപ്പർ അബ്ഡമൻ ഫുൾ ആയിരിക്കുന്ന ഒരു ഫീലിംഗ് തോന്നിക്കും. ടക്കിക്കാർഡിയ, ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ തോന്നും. ചിലർക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, ചിലർ പെട്ടെന്ന് വേർക്കും. ഡയാഫോറസിസ്. All these are the symptoms of dumping syndrome. Okay, അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് enteral nutrition പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്ക് ആക്ച്വലി ഫൗണ്ടേഷനിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. സോ അതിനകത്ത് ജനറൽ ന്യൂട്രീഷൻ വരുന്നുണ്ട്, enteral ന്യൂട്രീഷൻ ഉണ്ട്, parenteral ന്യൂട്രീഷൻ ഉണ്ട്. അങ്ങനെ പല ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇന്ന് നമ്മൾ ഇപ്പൊ പഠിച്ചത് enteral nutrition എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക് തനിയാണ്. ഓക്കെ, hope it is clear for you. Yes, ma'am.